കുറച്ച് ദിവസം മുമ്പ് ഒരു 8 hours വർഷിപ്പ് നടത്തിയായിരുന്നു. ഒന്ന് വന്നവരൊന്ന് കരം ഉയർത്താമോ? ഈ അച്ഛൻ എനിക്കൊന്ന് അന്ന് ആദ്യമായിട്ടാണ് വന്നില്ലേ, അതിന് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ഓക്കെ, അന്നത്തെ ആ മീറ്റിങ്ങിന് എനിക്ക് തോന്നുന്നു നമ്മളിവിടെ ഈ റാലി ആയിട്ട് വെളിയിൽ പോയിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ആശീർവാദം പറയാൻ കയറിയ സമയത്താണ്. ആശീർവാദം പറയാൻ കയറിയ സമയത്ത് പെട്ടെന്ന് അച്ഛൻ എനിക്ക് അറിയത്തില്ല, എനിക്ക് ഓർമ്മയില്ല, ദൈവാത്മാവ് ഫ്രണ്ടിലേക്ക് വിളിച്ചു. ഒരു വലിയ ദൈവപ്രവൃത്തി കർത്താവ് വഹിക്കാൻ പോവുകയാണ്. ഇവരുടെ തലമുറ, ഇദ്ദേഹത്തിന്റെ തലമുറ, അദ്ദേഹം ചില കേസുകളാൽ ജയിലിലായിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങോട്ട് ആലോചന പറഞ്ഞു. ഇപ്പോൾ ആ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങാൻ പോവുകയാണ്. ദൂതന്മാർ ഇറങ്ങാൻ പോവുകയാണ്. അന്ന് ദൈവാത്മാവ് സംസാരിച്ചത് കൃത്യം 14 ദിവസത്തിനകം ഇതിന്റെ ഒരു അത്ഭുതം കാണും. ജയിലിനെ പൊളിച്ച് ദൂതന്മാർ ആ മനുഷ്യനെ പുറത്തു കൊണ്ടുവരും. സാഹചര്യം വെച്ച് നോക്കിയാൽ അങ്ങനൊന്നും ഇറങ്ങാൻ പറ്റുന്ന ഒരു വിഷയമല്ല. പക്ഷെ 14ാമത്തെ ദിവസം ഇതിന്റെ അത്ഭുതം കാണുമെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിച്ചു. നമ്മൾ എവിടുന്നാ വരുന്നത്? പെരുമ്പാവൂര്. എല്ലാവരും ഒന്ന് ഈ മനുഷ്യനെ കൈ നീട്ടി പിടിച്ചു. ഒരു ഭയങ്കര ഡെലിവറൻസ് കുടുംബത്തിൽ നടക്കട്ടെ. നിങ്ങൾ നിൽക്കുമ്പോൾ ദൈവാത്മാവോട് പ്രവചിക്കാൻ പറയുന്നു. തെറ്റായിട്ട് എതിരായിട്ട് എഴുതി പിടിപ്പിച്ച 3 വാക്കുകളെ കോടതി മുറിക്കകത്ത് പരിശുദ്ധാത്മാവ് മായ്ച്ചു കളയും. 14 മാസം വരെ ജയിലിലിടാൻ അനുവാദം ഉള്ള സാഹചര്യം അങ്ങനെ സീൽ വെച്ചിരിക്കുന്ന ഒരു കേസിനെ, അങ്ങനെ നിന്ന ഒരു കുരുക്ക് നിങ്ങൾ ഈ മീറ്റിങ്ങിൽ നിൽക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങളുടെ തലമുറയുടെ മേൽ നിന്ന് പരിശുദ്ധാത്മാവ് ക്യാൻസൽ ചെയ്യാം. 14 മാസം. ചിലർ പറയുന്നു ഇവനെ തടവിലാക്കാൻ പറ്റും, ജയിലിൽ കടത്താൻ പറ്റും. പക്ഷെ ഇന്ന് പകൽ ഞാൻ അവനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു. 14 മാസം ഇടുമെന്ന് പറഞ്ഞത് അടുത്ത 14 ദിവസത്തിനകത്ത് ചിലതിനെ പൂർണ്ണമായി ക്ലോസ് ചെയ്യുന്നൊരു ഭയങ്കര ദൈവം. അതിനകത്ത് 3 പേരുടെ 3 എഴുത്തുകളാ എതിരായിട്ട് നിൽക്കുന്നേ. എന്തോ ആണോ? പേരുണ്ട്. അന്ന് എന്തോ ഈ സംഭവം? എയർപോർട്ടും ജയിലിലോട്ടും ഉണ്ട്. ഇപ്പൊ ജയിലില്ല. സ്വത്രം പറയണേ. മനുഷ്യൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി കയറുന്നപ്പോൾ ഞാൻ അവിടെ തടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് നിർത്തി. ഇത് വെയിറ്റ് ചെയ്ത് വെക്കുന്നതൊക്കെ ഒരു വലിയ കേസിന് വേണ്ടിയാണ്. എല്ലാവരും ദൈവത്തെ ശ്രദ്ധിക്കണം. അപ്പം തന്നെ ഒരു ദൈവാത്മാവ്, ഇതൊരു കീ കേസാ. ഇതും കൂടെ പൊട്ടിച്ചിട്ടാണ് നമ്മൾ ആശീർവാദം പറയാൻ പോകുന്നത്. എല്ലാവരും കരന്നിട്ട് പിടിക്കുക. ദൂതന്റെ പരിപാടി 1ാം കാവലും 2ാം കാവലും പൊളിച്ച് പട്ടണവാദിക്കുള്ള ഇരുമ്പ് കയറ്റി പൊളിച്ചു വെളിയിൽ കൊണ്ടു. ഈ മനുഷ്യൻ എനിക്ക് അറിയത്തില്ല. 3 പേർ എതിരാ നിൽക്കുന്നത് കേസ് കൊടുത്തൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ദൈവത്തെ സ്തുതിക്കണേ. പക്ഷെ ദൈവകറി ഇപ്പൊ തൊടുക. യേശുവിന്റെ നാമത്തിൽ ആ ജയിലിനെ ബ്രേക്ക് ചെയ്യുന്നു. കാരാഗൃഹത്തെ ബ്രേക്ക് ചെയ്ത് 14 മാസം പിശാച് ജയിലിൽ കിടക്കുമെന്ന് മുദ്രയിട്ട തലമുറയെ ഞാൻ പുറത്തു കൊണ്ടുവരുന്നു. ഒരു അസാധാരണ വിടുതൽ. ഓ, ഇപ്പോൾ ഈ കുടുംബത്തിന്റെ മേലെ, തലമുറയുടെ മേൽ ഞാൻ പ്രവചിക്കുന്നു. കർത്താവ് 2 കരങ്ങളും ഉയർത്തി യേശുവിന് നന്ദി പറഞ്ഞാട്ടെ. കൃത്യം 14ാമത്തെ ദിവസമായപ്പോൾ അദ്ദേഹത്തിന്റെ മകനെ ജയിലിൽ നിന്ന് സ്വർഗ്ഗത്തിലെ ദൈവം പുറത്തു കൊണ്ടുപോയി. On the very 14th day, the Spirit of the Lord brought his son out of the jail. Hallelujah. ഒരു വാക്കിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞു. Praise you, Jesus. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മോനെ ആൾക്കാർ കുടുക്കി ജയിലിലാക്കിയിരിക്കുകയാണ്. അതുപോലെ ഉടനെ ഒന്നും ഇറങ്ങുന്ന ഒരു അന്തരീക്ഷം ഇല്ലായിരുന്നു. കാരണം ഒരു കേസിന് ജാമ്യം കിട്ടുമ്പം അടുത്ത കേസ് കൊടുക്കും. അങ്ങനെ കൊടുത്ത് ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഭാഷയുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അന്നേരം ഭാഷ എന്നോട് പറഞ്ഞു 14 മാസം അവിടെ കിടത്താനായിട്ട്
കേസുകൾ കൊടുത്ത് കറക്റ്റായിരുന്നു. ഒരാൾ വീണ്ടും 42 പേര് കേസ് കൊടുക്കാനുണ്ടായിരുന്നു. പിന്നെ 32, പിന്നെ 12, 15 അങ്ങനെയെല്ലാം കിടക്കുക. ഇതിന് പുറമേ കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടുന്ന് പറഞ്ഞ് 14 മാസമായിട്ട് കിടത്താനിരിക്കുന്ന ആളെ 14 ദിവസം കൊണ്ട് ദൈവം റിലീസ് ചെയ്യാൻ പോവാണെന്ന്. Hallelujah. Praise you, സത്യത്തില് Jesus. സന്തോഷമായി. ഇതുപോലെ ഒരു കൃത്യതായിട്ടുള്ള പ്രവചനം. Hallelujah. അത് Praise you, അതിൻ്റെ ഒരു Jesus. സാക്ഷ്യം, അതായത് ഇവിടെ ഉള്ളവർക്ക് ഞാനിവിടെ സാക്ഷ്യമായിട്ട് പറഞ്ഞു. എനിക്കിപ്പോൾ ഭാഷ വിളിച്ചിട്ട് പറഞ്ഞാൽ മതി, പക്ഷേ സംഗതി എല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതല്ല, ഇവിടെ വന്ന് ഭാഷയുടെ മുഖാന്തരം ഇവിടെ ഈ ഒരു വിടുതൽ എനിക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. Hallelujah. എത്ര ദിവസം മോൻ ജയിലിൽ നിന്ന് വെളിയിറങ്ങിയേ? കറക്റ്റ് 14ാമത്തെ ദിവസം. Praise you, പറഞ്ഞ Jesus. 13ാമത്തെ ദിവസം ഒരു അവധി വെച്ചു. പക്ഷേ വീണ്ടും ഒന്നുകൂടെ നീട്ടി. ആ കറക്റ്റ് 14. Hallelujah. ഈ കരം ഉയർത്തി ചേർത്ത് തട്ടി കർത്താവിനെ സ്തുതിക്കുക. Hallelujah. Praise you, Jesus. Hallelujah. ഒരാൾക്ക് കൈയെടുത്ത് പറഞ്ഞു, ദൈവം ആലോചനകളിൽ വിശ്വസ്തൻ തന്നെയാണ്. Hallelujah. God is faithful in his promises. 14 മാസം കടക്കാൻ ശേഷിയുള്ള കേസിനെ 14ാമത്തെ ദിവസം പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞ ദൈവം വിശ്വസ്തനാകയാൽ കൃത്യം 14ാമത്തെ ദിവസം ആ മകനെ പുറത്തു കൊണ്ടുവന്നു. 2 കരങ്ങളും ഉയർത്തി വിളിച്ചു പറ, എല്ലാ മഹത്വം യേശുവിന്, എല്ലാ മഹത്വം യേശുവിന്. ഇന്ന് കുടുംബമായിട്ട് ഒരുമിച്ച് വന്നേക്കുന്ന വേറെയും കുറച്ചുപേരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഒന്ന് കരം നീട്ടി ഒന്ന് അനുഗ്രഹിച്ച യേശുവിന്റെ നാമത്തിൽ പിതാവേ, ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഈ കുടുംബത്തിൽ ചെയ്ത അത്ഭുതത്തിനായി നന്ദി പറയുന്നു. ഒരു സാക്ഷിയാക്കി ഈ പ്ലാറ്റ്ഫോമിൽ നിർത്തിയതിനായി സ്തോത്രം. ഇനി വർദ്ധിച്ചു പെരുകട്ടെ. ഒത്തിരി പേര് തീക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു അഭിഷേകം, അസാധാരണമായ ഒരു അഭിഷേകം ചുമക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ബ്ലെസ് ചെയ്യുന്നു. ഞങ്ങളുടെ കൃപയ്ക്ക് നന്ദി. ഇൻ ജീസസ് നെയിം, ആമേൻ, ആമേൻ, ആമേൻ.